സാധാരണ ഒരു പോസ്റ്റർ ലോഞ്ചിങ് ഒക്കെ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലുലു അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെയാണ്. പക്ഷെ അത് ജോമിച്ചേട്ടൻ കാണിച്ചത് കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടി മീശ കറുപ്പിച്ചു നടക്കേണ്ട. നായിക നമുക്ക് ആദർശന്റെ കെട്ടാൻ പോകുന്ന ആളെ തന്നെ അതിലെങ്കിലും മാറ്റും. പക്ഷെ നിർഭാഗ്യ വെച്ചാൽ അത് എന്നെ സംഭവിച്ചു. ഭാര്യനെ വെച്ച് തന്നെ എന്ന് വെച്ചാൽ ഈ ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴായിരുന്നു എന്റെ കല്യാണം. അപ്പം സേവ് ദ ഡേറ്റിന് പാടിയ പോലെ ആയിപ്പോയി. അതിനകത്ത് ഫുള്ള് സേവ് ഡേറ്റിനുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് നേരത്തെ ആയിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സേവ് ദ ഡേറ്റിൽ ലാഭിക്കായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഷ്വൽ ആയിരുന്നാലും പാട്ടായിരുന്നാലും എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇൻഫ്രം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് കരുതൽ മൂവിയുടെ മെമ്പേഴ്സ് ആണ്. നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നമസ്കാരം എല്ലാവർക്കും, ഇൻഫ്രം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ്. എന്താണ് എല്ലാവർക്കും തോന്നുന്നത്? ഹാപ്പിയാണ്. ഡയറക്ടർ സാറിനോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറ് ടെൻഷനിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിലെ മെമ്പേഴ്സ് ആണ്, എന്താണ് ചേച്ചി എന്താണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഒരു സിനിമ എത്ര കഷ്ടപ്പെട്ട് എന്താ പറയുന്നത്, കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാടിനൊടുവിലാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ കുറേ വെയിറ്റ് ചെയ്ത് ഞാൻ പാട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വരാനൊക്കെ താമസിക്കും. പക്ഷേ എനിക്കെല്ലാം ഭയങ്കര ഫാസ്റ്റായിരുന്നു. പാടി അതിൻ്റെ അടുത്ത ആഴ്ച പ്രൊമോഷനുകളും കാര്യങ്ങളും ഒരു 1-2 മാസത്തിനുള്ളിൽ എല്ലാം സിനിമ തിയേറ്ററിലേക്ക് വരുന്നു. പാട്ട് എന്താ പറയുക, നമ്മുടെ റീല് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ആളുകൾ കാണുന്നു, റീല് ചെയ്യുന്നു പാട്ടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരിയാണ്. നമ്മുടെ പ്രദീപ് പള്ളുത്തി ചേട്ടനാണ് എന്നെ ജോമി ബ്രോയിലോട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. ഞാൻ സിംഗറാണെങ്കിൽ പോലും നമ്മൾ ഒരു പ്ലേ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമാണല്ലോ. അപ്പോൾ പ്രദീപ് ഏട്ടൻ പറഞ്ഞു ഒരു ചെറിയൊരു പാട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4 വരി അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പാട്ടിൻ്റെ ഉടനീളം നമുക്ക് കുറേ വരികളും എന്താ പറയുന്നത്, അത് നന്നായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാനും പ്രദീപ് പള്ളിച്ചേട്ടനുമാണ് ഡുയിറ്റാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ സർപ്രൈസായിട്ടാണ് നമ്മുടെ ആ പാട്ടിന് എന്താ പറയുക, ഇവർ 2 പേരുമാണ് ലിപ്പ് കൊടുത്തിരിക്കുന്നത്, ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. അതെ, ആദർശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ശരിക്കും ഇതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ജോമിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പടമായിട്ട് കമ്മിറ്റ് ചെയ്തു പോയി. അപ്പം 2 ഡേറ്റും കൂടെ ഇതായപ്പോഴത്തേക്കും പറ്റില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കഥയൊക്കെ പറഞ്ഞപ്പോൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കമ്മിറ്റ് ചെയ്തത് കാരണം ഇതെനിക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പിന്നെ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, നമുക്കിനി അടുത്ത വർക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പുള്ളിക്കാരൻ പിടിവിട്ടില്ല, ഞാൻ അറിയില്ല. പിന്നെ കുറേ നാളിന് ശേഷം ഏകദേശം 1 കൊല്ലം ആവുമല്ലേ ചേട്ടാ, 8-10 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചേട്ടൻ വിളിച്ച് ആദർശേ അന്നത്തെ സിനിമയുടെ വർക്ക് ഏകദേശം തീരാറായി. നമ്മൾ തീരാറായില്ല, പിന്നെ എന്തിനു വിളിക്കണം, ആ ഒരു വിഷമം വരുന്നത്. തീർച്ചയായും ചെയ്തു, ഇതിനകത്ത് വിളിച്ചേ ഇല്ല. അപ്പം തീരാറായി, ആദർശിൻ്റെ ഒരു ഹെൽപ്പ് കൂടെയാണ്. ഞാൻ ചെന്തേട്ടാ ഇതിലൊരു പാട്ട് സീനുണ്ട്, അത് ആദർശം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് പറ്റിയ ക്യാരക്ടറാണോന്ന് ചോദിച്ചു. മീൻസ് സിനിമയായിട്ട് ബന്ധമുള്ള ആളുടെ ആ ലുക്ക് എനിക്കുണ്ടെന്ന് വെച്ചപ്പോൾ ഉണ്ട്, ആദർശം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ, എന്താണ് സംഭവം? അത് ഇതിലെ ഒരു പള്ളിയിലച്ഛനുണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് ചെയ്തു, പാട്ടും കാര്യങ്ങളെല്ലാം ഭയങ്കര സന്ദർഭം അനുസരിച്ച് ത്രൂ ഔട്ട് ഏറ്റവും ലാസ്റ്റുള്ള പാട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചത് നായിക ആരാണ്? നായിക നമുക്ക് ആദർശന്റെ കെട്ടാൻ പോകുന്ന ആളെ തന്നെ അതിലെങ്കിലും മാറ്റും എന്ന് വിചാരിച്ചു. പക്ഷെ നിർഭാഗ്യ വെച്ചാൽ അത് എന്നെ സംഭവിച്ചു. ഭാര്യനെ വെച്ച് തന്നെ എന്ന് വെച്ചാൽ ഈ ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴായിരുന്നു എന്റെ കല്യാണം. അപ്പം സേവ് ദ ഡേറ്റിന് പാടിയ പോലെ ആയിപ്പോയി. അതിനകത്ത് ഫുള്ള് സേവ് ഡേറ്റിനുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് നേരത്തെ ആയിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സേവ് ദ ഡേറ്റിൽ ലാഭിക്കായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഷ്വൽ ആയിരുന്നാലും പാട്ടായിരുന്നാലും എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഓക്കെ, പാട്ടിലേക്ക് നമുക്ക് വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ 2 പേര് ലിറ്റിൽ കപ്പിൾസ് നമ്മുടെ ഒപ്പം കൂടെ തന്നെ ഉണ്ട്. എന്താണ് ഈ ഒരു സിനിമയിലേക്ക് വരാൻ കാരണം തന്നെ ജോമിച്ചേട്ടനാണ്. ഞങ്ങള് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമയുടെ കഥ
അതായത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടില് എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാല് വീട്ടില് അച്ഛനും അമ്മേനെയും വീട്ടിലിട്ടിട്ട് മക്കളൊക്കെ വിദേശത്ത് പോയി നിൽക്കുന്ന ഒരു സാഹചര്യല്ലേ ഇപ്പോഴത്തെ. അപ്പോ അവര് ഒരു ഇതാണ് ഇതില്, കഥ ഫുള്ളായിട്ട് പറയുന്നില്ല. അപ്പോ ആ ഒരു ഇതൊക്കെയാണ് പണ്ട് കാലത്തുള്ള കുറച്ച് കാലാണ്. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഞാൻ കാണുന്ന ജോബിൻ ചേട്ടന ഇവിടെ വെച്ചിട്ടാണ്, നമ്മുടെ കരുനാളയം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ വെച്ചിട്ടാണ്. അതായത് പോസ്റ്റർ ലോഞ്ചിങ്. സാധാരണ ഒരു പോസ്റ്റർ ലോഞ്ചിങ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലുലു അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെയാണ്. പക്ഷെ അത് ജോബിൻ കാണിച്ചത് ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അമ്മമാരുടെ കൂടെ. അപ്പോ അവിടെ ഒരുപാട് അമ്മമാരെ ഡാൻസും പാട്ടും ഒരുപാട് പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അതെ അതെ, ഫാഷൻ ഷോ. ഈ ചേച്ചിയൊക്കെയാണ് അതിന്റെ മുന്നിൽ ഫാഷൻ ഷോ ഒക്കെ നടത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മൂവിന്റെ ടോമിച്ചേട്ടന്റെ കൂടെ ഞങ്ങളും കൂടുന്നത്. അതെ, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ പാട്ട് വെച്ച് ഞങ്ങൾ റീൽ ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു പാട്ട്. പിന്നെ ഇവർ ഫാഷൻ ഷോ ഒക്കെ ഞാൻ കണ്ട്, സെലിബ്രിറ്റി ഒക്കെ വന്ന്, ധന്യ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ റാമ്പോ ഒക്കെ ഉണ്ടായിരുന്നു അതില്. ഒത്തിരി സന്തോഷം. ഓ സന്തോഷം. അതെ, ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതല്ലേ. ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് വന്നാലോ? പാടുക മാത്രം ചെയ്യാനുള്ള ഞാൻ കളിക്കും ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ നമ്മുടെ പ്രൊമോഷനൊക്കെ നടത്തിയ സമയത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തിയ ഒരു പ്രൊമോഷനിൽ ഞങ്ങൾ പാടി, ഇവർ രണ്ടുപേരും കൂടെ വർഷമോളം ഷെനായും കൂടെ ഡാൻസ് ചെയ്തു. എന്ത് ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ എന്റെ ഫോണിലെടുത്ത് ഒരെണ്ണം എടുത്ത് വെറുതെ ഇട്ടു. പിന്നെ അത് വൈറലായി. അറിഞ്ഞില്ലെന്നൊക്കെ അല്ലേ? അത് വൈറലായി. ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബേഴ്സ് ഇടുന്നത് മാത്രമേ വൈറലാവത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തത് മാറ്റി വെച്ചതാണ്. അതെടുത്ത് വെറുതെ ഇട്ട് ഷെയർ ചെയ്തു ഞാൻ. എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് പേര്, അതായത് ഇപ്പൊ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കുഞ്ഞു മക്കള് എന്താ പറയുക, ഇപ്പൊ ഒരു ഭയങ്കര താരങ്ങളായിരുന്നു അന്ന്. ആ ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാരുടെ ഫാഷൻ ഷോ ആയിരുന്നു. അങ്ങനെ നടത്തിയിട്ടില്ല. അതൊരു വലിയ ചരിത്രമായിരുന്നു. ആ ഫാഷൻ ഷോ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലിറ്റിൽ കപ്പിൾസ് അവിടെ വന്നത്. എന്നിട്ട് അവർക്കൊരു റാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഭയങ്കര രസമായിരുന്നു. അച്ഛനമ്മമാര് ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ ഒരു സിനിമയുടെ വലിയൊരു ഭാഗം നമ്മുടെ മാതാപിതാക്കളാണ്. ഈ ഒരു ഫിലിമിന്റെ ത്രെഡേ അതാണ്. അപ്പൊ അതില് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് ഒരു എൻട്രി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞതേ ഇല്ല, ടീം എന്താണോ ഒന്നും അറിഞ്ഞില്ല. നമ്മുടെ ബ്രോ എന്നെ വിളിച്ചു, ഞാൻ വന്നു. പ്രദീപേട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞു പാട്ടാണ്, ഞാനത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ വന്ന് പാടി. ഞങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു ഒരു കൂടിക്കാഴ്ച ആ സമയത്തുണ്ടായിരുന്നു ലാസ്റ്റില്. അപ്പോഴാണ് ഫിലിമിൻ്റെ ഒരു ത്രെഡ് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിലാണ്. പ്രായമുള്ള അച്ഛനമ്മമാരെയും കൂടെ കഥ പറയുന്നതായതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് സിനിമയും ഈ ഒരു ത്രെഡ് ഇങ്ങനെ തന്നെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ കള്ളച്ചിരി എന്നാണ് ഞങ്ങളുടെ പാട്ടിന്റെ പേര്. കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമീശ കറുപ്പിച്ചു നടക്കേണ്ട. അങ്ങനെയായിരുന്നു പാട്ട്. അപ്പം പ്രദീപേട്ടനും എനിക്കും അതിനകത്ത് നന്നായിട്ട് ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞ, സിനിമ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അതങ്ങനെ തന്നെ വരട്ടെ. അതെ, അപ്പൊ എന്തായാലും 6-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. എല്ലാരും ഭയങ്കര കാത്തിരിപ്പ് തന്നെയായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ, സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങളുടെ ടീം ആശംസിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.